ഹായ്. ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള സ്ട്രെസ്സും അനുഭവിക്കാത്തവരായി നമ്മളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ? കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഇതേ ചോദ്യം ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഇത്തരം സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ എന്നൊക്കെ നാം പറയാറുള്ള സ്ട്രെസ്സിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ടോ? ഒഴിവാക്കാൻ കഴിയുമോ? ഈ വിഷയമാണ് ഇന്നത്തെ ഒരു ചെറിയ വലിയ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് മോഹിച്ചിരിക്കുകയാണോ വേണ്ടത്, അതോ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളോട് നമുക്കുള്ള മനോഭാവം മാറ്റുകയാണോ വേണ്ടത്? ശാസ്ത്രീയമായ ചില പഠനങ്ങൾ പറയുന്നത് സ്ട്രെസ്സിനെ നമുക്ക് പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും, എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങളോടുള്ള നമ്മുടെ മനോഭാവം മാറ്റുക വഴി അവയെ നമ്മുടെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലാക്കി മാറ്റുവാൻ സാധിക്കും എന്നുമാണ്. ഈ വിഷയത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ചില മനഃശാസ്ത്ര വിദഗ്ധർ നടത്തിയ പഠനങ്ങളിലെ കണക്കുകൾ നമുക്ക് ആത്മവിശ്വാസം തരുന്നവയാണ്. 2 ഘട്ടങ്ങളിൽ 30,000 ആൾക്കാരിൽ 8 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഈ പഠനത്തിന്റെ ഭാഗമായി നടത്തിയ സർവേയിൽ പങ്കെടുത്തവരോട് 2 ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. ചോദ്യം 1: കഴിഞ്ഞ വർഷം നിങ്ങൾ എത്രമാത്രം സ്ട്രെസ് അനുഭവിച്ചിരുന്നു? ചോദ്യം 2: സ്ട്രെസ് നിങ്ങളുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും മോശമായി ബാധിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്കും ശേഷം പിന്നീടുള്ള 8 വർഷങ്ങളിൽ ഇവരുടെ ഇടയിലെ മരണനിരക്ക് സൂക്ഷ്മമായി പരിശോധിച്ചു. കണ്ടെത്തലുകൾ ശ്രദ്ധേയമായിരുന്നു. മരിച്ചവരിൽ 43% പേർ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുകയും അത് ആരോഗ്യത്തെയും ജീവിതത്തെയും മോശമായി ബാധിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്തവരായിരുന്നു. ജീവിതത്തിൽ വളരെ കുറച്ചു മാത്രം സ്ട്രെസ് അനുഭവിച്ചിരുന്നു എന്ന് പറഞ്ഞവരുടെ മരണനിരക്ക് അതിലും കുറവായിരുന്നു. സ്വാഭാവികം മാത്രം അല്ലെ? എന്നാൽ സ്ട്രെസ് അനുഭവിക്കുകയും അത് തങ്ങളെ മോശമായി ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്തവരുടെ മരണനിരക്കായിരുന്നു ഏറ്റവും കുറവ്. അതിലൊരു അസ്വാഭാവികത തോന്നുന്നുണ്ട് അല്ലെ? പക്ഷെ സത്യമാണ്. കെല്ലി മക്ഗോണഗൽ എന്ന പ്രശസ്തയായ മനഃശാസ്ത്രജ്ഞയിൽ നിന്നും കടമെടുത്ത കണക്കുകളാണിവ. ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനു നേരെ നാം എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. സ്ട്രെസ്സിനെ കുറിച്ച് നാം മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്ന ചില തെറ്റായ ധാരണകൾ മാറ്റുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ആത്മവിശ്വാസം ലഭിക്കും. വളരെ സ്ട്രെസ്ഡ് ആയ സന്ദർഭങ്ങളിൽ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാറില്ലേ? നാം അപ്പോൾ വേഗത്തിൽ ശ്വസിക്കുകയോ വിയർക്കുകയോ ചെയ്തേക്കാം. സമ്മർദ്ദഘട്ടത്തിലെ ശരീരത്തിന്റെ ഇത്തരം മാറ്റങ്ങളെ നാം കാണുന്നത് ഉത്കണ്ഠയുടെയോ ടെൻഷന്റെയോ വേവലാതിയുടെയോ വ്യാകുലതയുടെയോ ചിഹ്നമായിട്ടാണ്. സമ്മർദ്ദങ്ങളോടുള്ള പൊരുത്തപ്പെടായ്മയായിട്ടാണ്. എന്നിട്ട് നാം ചിലപ്പോൾ സ്വയം പറയുകയും ചെയ്യും, എനിക്ക് ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ അല്ലെ? എന്നാൽ ശരീരത്തിന്റെ ഇത്തരം സ്വാഭാവിക പ്രതികരണങ്ങളെ, നമ്മുടെ ഇൻബിൽറ്റ് മെക്കാനിസത്തെ എന്തുകൊണ്ടാണ് നമുക്ക് പോസിറ്റീവായി കാണാൻ കഴിയാതെ പോകുന്നത്? നമ്മുടെ ശരീരം പുതിയ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറെടുക്കുകയാണെന്ന് ചിന്തിച്ചാലും വെറുതെ ചിന്തിക്കണ്ട, അതിന് ചില ശാസ്ത്രീയ പിന്തുണയുമുണ്ട്. സമ്മർദ്ദങ്ങളിൽ ശരീരം പ്രകടിപ്പിക്കുന്ന സ്വാഭാവിക പ്രതികരണങ്ങളെയാണ് നാം സ്ട്രെസ് റെസ്പോൺസുകൾ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഈ സ്ട്രെസ് റെസ്പോൺസുകൾ നമ്മുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ സഹായിക്കുന്നവയാണെന്ന് ചിന്തിക്കുക. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതും വേഗത്തിൽ നാം ശ്വസിക്കുന്നതും നമ്മുടെ ബ്രെയിനിന് കൂടുതൽ ഓക്സിജൻ വേഗത്തിൽ എത്തിക്കുവാൻ സഹായിക്കുകയാണെന്ന് ചിന്തിക്കുക. ശരീരത്തിന്റെ ഈ സ്ട്രെസ് റെസ്പോൺസുകൾ നമ്മുടെ സാഹചര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കുവാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കുക. സാധാരണ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും രക്തധമനികൾ ചുരുങ്ങുകയും ചെയ്യും. ഇതുകൊണ്ടാവാം ദീർഘകാലം തുടർച്ചയായി വിവിധ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഹൃദയത്തെയും രക്തധമനികളെയും സംബന്ധിക്കുന്ന അസുഖങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. എന്നാൽ നാം നമ്മുടെ ശരീരത്തിന്റെ സ്ട്രെസ് റെസ്പോൺസിനെ സഹായകരമായി കാണുകയും സ്ട്രെസ് നമ്മെ മോശമായി ബാധിക്കുന്ന ഒന്നല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്ന ഓക്സിറ്റോസിൻ എന്ന ന്യൂറോ ഹോർമോൺ നമ്മുടെ രക്തധമനികളെ കൂടുതൽ റിലാക്സ്ഡ് ആയി നിലനിൽക്കുവാൻ സഹായിക്കും. അതായത് നാം സമ്മർദ്ദ സാഹചര്യങ്ങളെ ഭയപ്പെടാതിരിക്കുമ്പോൾ, സ്ട്രെസ്സിനെ മോശമെന്ന് കരുതാതിരിക്കുമ്പോൾ, സമ്മർദ്ദങ്ങൾക്കെതിരെ നമ്മളെ ശക്തിപ്പെടുത്തുവാനുള്ള ശരീരത്തിന്റെ ഇൻബിൽറ്റ് മെക്കാനിസം
കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കും എന്നർത്ഥം. നമ്മുടെ ശരീരത്തിൻ്റെ ഇത്തരം ശേഷിയെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുവാൻ നമ്മളുടെ ചിന്തകളിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ സാധിക്കുമെങ്കിൽ എന്തിന് നാം മടിച്ചു നിൽക്കണം? സ്ട്രെസ്സിനോടുള്ള എൻ്റെ മനോഭാവം ഞാൻ മാറ്റുകയാണ്. നിങ്ങളും മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ചെറിയ വലിയ കാര്യവുമായി കാണും വരേക്കും വിട. നന്ദി. കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾ കാണാനായി ഞാൻ നിങ്ങളെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ക്ഷണിക്കുകയാണ്. കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിലൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒന്ന് വന്നു പോകുക.